എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു മക്രോണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും മക്രോണി ഉണ്ടാക്കാറുണ്ട്, എനിക്കറിയാം. എല്ലാവരുടെ വീട്ടിലും മക്രോണി ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നും കഴിക്കാത്തൊരു ഭക്ഷണം കഴിക്കണം തോന്നി. അപ്പോൾ കുറച്ച് മക്രോണി ഇരുന്നു, അത് വെച്ച് ഞാനൊരു സംഭവം ഉണ്ടാക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതിന് ഞാൻ ആവശ്യമായ മക്രോണി തിളപ്പിച്ച വെള്ളത്തിലിട്ട് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു തക്കാളി, ഒരു സവാള, കുറച്ച് വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങൾ നമ്മൾ അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോഴേ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരു ലൈക്ക്, പിന്നെ സബ്സ്ക്രൈബ്, ഒരു ഹൈപ്പ് ഒക്കെ ഒന്ന് ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഈ കുഞ്ഞ് വീഡിയോകൾ മുന്നോട്ട് പോകണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്നെ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ വീഡിയോ കണ്ടു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണേ. അപ്പോൾ പിന്നെ അങ്ങനെ തക്കാളിയും പിന്നെ ഉള്ളിയും ഒക്കെ വഴന്ന് വന്നപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഇത്തിരി മുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി ഇട്ടിട്ടോ. അത് മാത്രം ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോണയിടം വരത്തേക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുത്തു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ. പിള്ളേർക്കും ഇഷ്ടപ്പെടും, നമുക്കും ഒരു ദിവസമൊക്കെ ഇത് കഴിക്കാനേ. എന്നും ഈ ഒരേപോലെ പുട്ടും ദോശയും ഇഡ്ഡലിയും കഞ്ഞിയും ചോറൊക്കെ തിന്നുമ്പോൾ ഒരു ദിവസമൊക്കെ ഇതും തിന്നാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനതങ്ങനെ വഴറ്റി വെച്ച് അതിൻ്റെ ശേഷമാണ് മക്രോണിന്ന് ഞാൻ എൻ്റെ ഇത് ഊറ്റി വെച്ചതാണ്. അപ്പോൾ അതൊരു കൊട്ട പോലെ വെച്ചേക്കാം. അപ്പോൾ വിട്ടുകിട്ടുന്നുണ്ട്, പിടിച്ചിട്ടൊന്നുമില്ല. അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല, ഊറ്റി വെച്ച് കഴിഞ്ഞിട്ട് വെറുതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. മക്രോണിയിൽ ഉപ്പിട്ടതാണേ, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാം. പിന്നെ ഞാൻ എന്താണോ കണ്ടോ, ഇതാണ് നിങ്ങൾ പിന്നെ എന്താണെന്ന് വിചാരിക്കില്ലേ, ഇതാണ് ബീഫ്. ഇന്നലെ ബീഫ് കറിക്ക് കൊണ്ടുവന്ന കുറച്ച് ഫ്രൈ ചെയ്യാൻ വെച്ചതാണ്. അത് ഞാനതെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തു, എന്നിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒരു വെറൈറ്റി റെസിപ്പിയായി. നല്ല ടേസ്റ്റാട്ടോ. എനിക്ക് രുചിയെന്ന് പറയുന്നത് തിന്നാൻ ഒത്തിരി ഐറ്റമൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് ചെയ്താൽ നല്ല അടിപൊളിയാണ്. അതൊരു 5-8 പിന്നെ കഷ്ണം ബീഫ് മതി കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് പച്ചമുളക് ഇട്ട് വേവിച്ച് വെള്ളം വറ്റിച്ച് വെച്ചാൽ അതുകൊണ്ട് അതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു റെസിപ്പി. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.